തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ദമാമിലേക്ക് പോവേണ്ട 10:30 പോവേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനമാണ് ഈ അപ്രതീക്ഷിതമായി റദ്ദ് ചെയ്തത്. വൈകിട്ട് 6 മണിക്കാണ് യാത്രക്കാർക്ക് ഇതിന്റെ വിവരം മെസ്സേജായിട്ട് കിട്ടുന്നത്. ഇത് ആ സമയത്തും പല സമയങ്ങളിൽ 6 മണിക്കും 6:30 ആയിട്ടാണ് കിട്ടുന്നത്. ഈ സമയത്തേക്കും ഈ പല ജില്ലകളിൽ നിന്നും അത് തമിഴ്നാട് കന്യാകുമാരിയിൽ നിന്നൊക്കെയുള്ള യാത്രക്കാർ തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ യാത്രക്കാർ എന്തായാലും എയർ ഇന്ത്യയുടെ ഇവിടുത്തെ ഓഫീസിന് മുന്നിൽ ചോദിച്ചപ്പോൾ എന്താണ് കാരണമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ യാത്രക്കാർ ഇവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. നാളത്തേക്ക് ഈ ഒരു പകരം ഫ്ലൈറ്റ് ഏർപ്പെടുത്താമെന്ന് പറഞ്ഞെങ്കിലും അതിനിപ്പോൾ ഒരു ഉറപ്പ് അവർക്ക് നൽകിയില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. ചിലരൊക്കെ നമ്മളോട് ഉണ്ട്. ചേട്ടാ, ഇത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഇവിടെ വന്നിരുന്നു? കഴിഞ്ഞ ബുധനാഴ്ച വന്നു. അപ്പോഴത്തേക്ക് താണ്ട ടിക്കറ്റിനകത്ത് ഞാൻ എഴുതി മേടിച്ചതായത്. എഴുതി മേടിച്ചുകൊണ്ട് പോയിട്ട് അവർ പറഞ്ഞ് പിന്നെ ഡേറ്റ്, നമുക്ക് ഡേറ്റ് ഉണ്ടായിരുന്നു, ഡേറ്റ് ഇല്ലാത്തവരുണ്ടായിരുന്നു. അപ്പോൾ ഡേറ്റ് ഉള്ളവർ പോയിട്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. ഇവരായിട്ട് തന്നെയാണ് വീണ്ടും നമുക്ക് ടിക്കറ്റ് അയച്ചു തന്നത്. ഇവർ ഡേറ്റ് തന്ന് വീണ്ടും നമ്മൾ വണ്ടിയിൽ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇന്ന് ക്യാൻസലാന്ന്. നമുക്ക് 7,000 രൂപ വണ്ടിക്കൂലിയാണ്. നമ്മൾ പിന്നെ ഫുഡ് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇവർ ചോദിച്ചിട്ട് നാളെ നിങ്ങൾക്ക് കൺഫേം ചെയ്ത് തരാം, നാളെ നമുക്ക് ഇവിടെ റൂം അറേഞ്ച് ചെയ്താൽ അതിന് അവർ കോമ്പൻസേഷൻ ഒന്നും അവർ തരത്തില്ല, വണ്ടിക്കൂലി തരത്തില്ല, റൂം അറേഞ്ച് ചെയ്ത് തരത്തില്ല. വീണ്ടും നമ്മൾ പോയിട്ട് വരണമെങ്കിൽ വീണ്ടും 7,000 രൂപ ആവും. നമ്മൾ ഒരു മാസം അവിടെ പോയി കിടന്ന് ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും? ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ മെസ്സേജ് കിട്ടുന്നത്. ഇവിടെ എത്തിയതിനു ശേഷമാണ് മെസ്സേജ് കിട്ടിയത്. അവരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ മാനേജർ നമ്മൾ സ്റ്റാഫാ എന്നുള്ള രീതി മാത്രമേ അവർ പറയും. ഞങ്ങൾ സ്റ്റാഫാ, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്ക് ഇതാ, ഞങ്ങൾക്ക് ഇതേ പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ആരുടെ അടുത്ത് ചോദിക്കും? പോലീസുകാർ വന്ന് അവരുടെ അടുത്ത് ചോദിക്കുമ്പോഴും അവർ പറയുന്ന കേക്ക് നമ്മളിത് കാണിച്ചപ്പോഴത്തേക്ക് ബുധനാഴ്ച വന്നതാണ്, ഒന്നും കൂടെ ചോദിക്കാനാണ് പറയുന്നത്. നമ്മൾ ചോദിച്ചിട്ട് നാളത്തെ ടിക്കറ്റ് കൺഫേം ആണ്, അത് അവർക്ക് ഉറപ്പില്ല. ഇന്നത്തെ ടിക്കറ്റ് 25 പേരെ വിടാമെന്ന് പറഞ്ഞു. 25 പേരെ വിടുന്നത് അത് ഉറപ്പില്ല. 25 പേരെ നാളെ വിടാമെന്നോ? നാളെ വിടുന്നത്. ഇപ്പോൾ പോലീസുകാർ വന്ന് സംസാരിച്ചപ്പോൾ അവർ പോലീസുകാരുടെ പറയുന്നത് എനിക്ക് അന്ന് നാളെ രാവിലെ പോകുമ്പോൾ എനിക്ക് എൻ്റെ റീ എൻട്രി തീരുകയാണ്, എൻ്റെ വിസ തീരുക. എനിക്ക് അപ്പോൾ അവർ പറയുന്നത് നാളെ വൈകിട്ടത്തേക്ക് വിടാമെന്ന്. എന്താ ഇത് പറയുന്നത്? ബുക്കിംഗ് കാര്യം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റും. എനിക്ക് ഫസ്റ്റ് 5-ാം തീയതി ഞാൻ പോയപ്പോഴും 4-ാം തീയതി റീ എൻട്രി കഴിഞ്ഞെന്നും പറഞ്ഞ് 16-ാം തീയതി ഡേറ്റ് ഉണ്ട്. 16 ഇതുകാരൻ നോക്കി പറഞ്ഞ് എക്സ്പയർ ഡേറ്റ് ആയെന്നും പറഞ്ഞു. എന്നിട്ട് പുതിയ ടിക്കറ്റ് എടുത്ത് പുതിയ റീ എൻട്രി അടിച്ച് എല്ലാം കഴിഞ്ഞ് എന്നിട്ട് കണ്ട പുതിയ റീ എൻട്രിയും കാര്യങ്ങളെല്ലാം അടിച്ച് അടുത്ത മാസം 6-ാം തീയതി വരെ റീ എൻട്രി എല്ലാം അടിച്ച് ഇന്ന് പുതിയ ടിക്കറ്റും കാര്യങ്ങളും. അപ്പോൾ 14 റിയാലാണ് നമുക്ക് നഷ്ടം വന്നത്. അപ്പോൾ അവർ നഷ്ടപരിഹാരം ചോദിച്ചപ്പോൾ അവർ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ വർക്കലയിൽ നിന്നാണ് വരുന്നത്. എത്ര മണിയായപ്പോൾ മെസ്സേജ് അറിയിപ്പ്? എനിക്കൊരു ഇവിടെ ഒരു 7 മണിയെത്തിയപ്പോഴാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത്. ഇത് കണക്ക് ക്ലോസ്. ഇവിടെ 6 മണിയപ്പോൾ എത്തിയായിരുന്നു. ഇവിടെ 7 മണിയപ്പോഴേ ഒരു റീസൺ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അവർ പറ്റൂല, അവർക്ക് ടിക്കറ്റ് വേണമെങ്കിൽ ചെയ്തു തരാം. എന്താ കാരണം റദ്ദാവാൻ കാരണം ചോദിച്ചിട്ട് പറഞ്ഞു? കാരണം ചോദിക്കുമ്പോൾ പറഞ്ഞാൽ നാളെ വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം, പക്ഷേ നാളെ അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. നാളെ അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് കയറപ്പിൽ നാളെ വീണ്ടും നമ്മൾ ഇതിനൊക്കെ സാധനം കെട്ടി ഇറക്കി വരും. പലവരെ സാധനങ്ങൾ നമ്മൾ എല്ലാം കൂടെ ലഗേജിൽ കൊണ്ടുവന്നത്. എന്തുമാത്രം സാധനങ്ങൾ നഷ്ടം വരും നമുക്ക്? എന്തുമാത്രം സാധനങ്ങൾ 2 പ്രാവശ്യമായി ഇപ്പോൾ വന്നിട്ട് പോയത്. 2 പ്രാവശ്യമായി വന്നിട്ട് പോകുന്നത്. അപ്പോൾ എന്തുമാത്രം സാധനങ്ങൾ നമുക്ക് നഷ്ടം വന്ന് നമ്മൾ ഈ 2 പ്രാവശ്യമായി. 16-ാം തീയതി റീ എൻട്രി വേറെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ എക്സ്പയർഡ് ആയെന്ന് പറഞ്ഞ് എന്നെ 2-ാം തിരിച്ചയച്ചു. അപ്പം എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് റീ എൻട്രി 2-ഒന്നും അടിച്ച് ടിക്കറ്റ് പുതിയ എടുത്ത്. എന്നിട്ടാണ് പുതിയ. ചേട്ടാ, നിങ്ങൾ എവിടുന്നാ വരുന്നത്? തമിഴ്നാടാ ചേട്ടാ. ഇവിടെ സ്ഥലം? കരുങ്കൽ മാർത്താണ്ഡം കരുങ്കൽ. നിങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ അറിയിപ്പ് കിട്ടിയത്? ആമാ ചേട്ടാ, ഇവിടെ എത്തിയ നേരമാണ് ഇതറിഞ്ഞത്. എന്താ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? ചോദിച്ച ഉടനെ എന്തോ ഒരു பதிலும் പറഞ്ഞിട്ടില്ല ചേട്ടാ. 2 ஆப்ஷன் படிச்சிட்டு ரிட்டர்ன் பண்ணலாம், இல்லாட்டி டிக்கெட் நாலு தரான்னு. என்ன பண்ண போடுற? எந்த சேட்டா പറയുന്നത്? இதுக்கு எனக்கு நாளையோட லீவு முடியுது. லீவு முடிஞ்ச உடனே ரிட்டர்ன் பண்ணி என்ன வேஸ்ட் இல்ல சேட்டா. எந்த ஒரு பதிலுமே என்ன ரிட்டர்ன் இல்லை. இப்போ இந்த ஒரு 6:30 மணிக்கு அப்புறம் தான் சொல்றாங்க. அப்போ நாங்கள் என்ன பண்றது? அங்கிருந்து 80 கிலோமீட்டர்ஸ் டிராவல் பண்ணி வந்திருக்கோம். நாங்கள் அப்போ எங்கே போறது? எதுவுமே சொல்ல மாட்டேங்கிறாங்க. எந்த ஒரு பதிலும் சொல்லல, ஒண்ணுமே சொல்லல. நாங்கள் அப்போ என்ன பண்ணியதுக்கு? അപ്പോൾ ഇങ്ങനെ ഈ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഈ സൗദി അറേബ്യയിൽ പോകാൻ എത്തിയവരുണ്ട്. ഈ പലരും കഴിഞ്ഞ ആഴ്ചയിലും ഈ ടിക്കറ്റ് എടുത്ത് വന്നവരാണ്. അവർക്കൊക്കെ ഈ ആഴ്ചയ്ക്ക് റീ എൻട്രി കൊടുത്തവരാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ഈ സമരം കാരണം ഫ്ലൈറ്റ് ക്യാൻസലായി തിരിച്ച് വീട്ടിൽ പോയവരാണ്. ഇവർക്കൊക്കെ പല പ്രാവശ്യം ഇവിടെ വന്ന് തർക്കിച്ചവരാണ്. ഇവർക്കൊക്കെ ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ട്. കാരണം ടാക്സി പിടിച്ചായിരിക്കും പലരും എത്തുന്നത്. ഈ പലരും ഇവിടെ തങ്ങി പിന്നീട് മടങ്ങിപ്പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് നഷ്ടം. പിന്നെ പലർക്കും ഈ നാളെ വിസ കാലാവധി കഴിയുന്നവരുണ്ട്, നാളെ ജോയിനിങ് ചെയ്യേണ്ടവരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നം പറയുന്നുണ്ട്. എന്താണ് ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്നതിൻ്റെ കാരണം മാത്രം എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഇപ്പോഴും യാത്രക്കാർ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്.